ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മാങ്ങ കൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ മാങ്ങയുടെ സീസണായി പിന്നെ നമ്മൾ അതുകൊണ്ടുള്ള കറികളാണല്ലോ മുഖ്യമായിട്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ ഞാനൊരു കുറച്ച് ഉണക്കച്ചെമ്മീൻ മാങ്ങ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ശകലം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അതിൻ്റെ തലയും വാലും അഴുക്കൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷമാണ് ഞാനതൊരു പാനിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളത്തിലേക്ക് അതിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം കേട്ടോ. പിന്നെ ഞാൻ ഒരു ചെറിയ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ഞാൻ ഇച്ചിരി വെളുത്തുള്ളിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതൊന്ന് മൂത്ത് കഴിയുമ്പം ഇച്ചിരി ഇഞ്ചി ഇടുക. അതും ഒന്ന് മൂത്ത് കഴിയുമ്പം പിന്നെ നമുക്ക് ഒരു 2 പച്ചമുളക് ഇടണം. ആ പച്ചമുളകും പിന്നെ ഇച്ചിരി ഒരു 1/4 ഭാഗം സവോളയും പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇടണം കേട്ടോ. അതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴേ ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടുക. ഒരു ടേബിൾ സ്പൂൺ ഒരു കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. അതൊക്കെ മൂത്ത് കഴിയുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പം അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചാർക്കൊന്ന് കുറുകി വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ഉണക്കശ്ശി മീനുണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. ആ വേവുന്ന സമയത്ത് നമുക്ക് ആ മാങ്ങ ഒന്ന് ചെത്തി ക്ലീനാക്കി വെക്കേണ്ടതുണ്ട്. അപ്പം ചെമ്മീനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആ മാങ്ങായും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങായും ചെമ്മീനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ അവിടെ കിടന്ന്. അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ആ മാങ്ങയൊക്കെ ഒന്ന് വെന്തോ എന്ന് നോക്കാം. ഞാനത് ഒരു സ്പൂൺ വെച്ചിട്ട് ഉടച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നന്നായിട്ടത് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഒരു 3-4 സ്പൂൺ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം. അരച്ചുകൊണ്ട് വന്നിട്ട് അതിൽ ആ കറിയിലേക്ക് നമുക്ക് ആ തേങ്ങ പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പാലല്ല, തേങ്ങ അരച്ചത് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ ആ പാത്രം കഴുകിയൊരു ശകലം വെള്ളം കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കും, ചാറിന് വേണ്ടിയിട്ടോ, ചാറ് വേണ്ടിയവർക്ക്. അങ്ങനെ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുറുകട്ടെ അവിടെ കിടന്ന്. കുറച്ച് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കാൻ ഒന്ന് കടുക് താളിക്കണ്ടേ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. അത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഉണക്കമുളകും കറിവേപ്പില ഇട്ട് അതിൻ്റെ കൂടെ ഒരു ശകലം മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കറിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളി കറിയാണ്, സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബായ്.